ഹലോ. ഞാൻ തന്നെ പാറുവിന് ട്രഡീഷണൽ ലുക്കാട്ടോ കൊടുക്കുന്നത്. കുറേ ആയി വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വിഷുവിനെടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് ഇന്ന് ചെയ്യാൻ പറ്റിയത് കേട്ടോ, ഇടാൻ പറ്റിയത്. ഫസ്റ്റ് തന്നെ പ്രൈമർ ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ കളർ കറക്റ്റ് കൊടുത്തു. കളർ കറക്റ്റ് അധികം കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല, കണ്ടടിയിലൊക്കെ ഉണ്ടായുള്ളൂ. അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തു. പിന്നെ കൺസീലർ ഇട്ട് കൊടുത്തു. കൺസീലർ ഇട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഫൗണ്ടേഷൻ ഇട്ട് നമ്മളൊന്ന് സ്പ്രേ അടിച്ചിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ബ്ലെൻഡ് ആവും. അപ്പോൾ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് കാണുമ്പോൾ ഇനിയിപ്പോൾ കമൻറ്റായിട്ട് വരും, നിനക്കെന്താ പെയിൻറ്റ് പണിക്ക് പോയിക്കൂടെ, 1000 രൂപ നിനക്ക് തച്ച് കിട്ടില്ലേ, നിനക്കെന്താ ക്രിമികടിയാണോ? ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പം ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റായി ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ക്രിമികടി ആയതുകൊണ്ടല്ല, എൻ്റെ പ്രൊഫഷണലാണ്. അപ്പോൾ എനിക്കത് ഞാൻ ചിലപ്പോൾ എൻ്റെ ഫേസ് ചെയ്യും, ആരെങ്കിലും ഫേസ് ചെയ്യും. അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ. അതിനിപ്പോൾ ഓരോരുത്തർ അതിനെ പറഞ്ഞ. പിന്നെ പെയിൻറ്റ് പണി മോശമായിട്ടുള്ള പണിയൊന്നുമല്ല, അത് നല്ല പണി തന്നെയാണ്. 1000 തച്ച് കിട്ടുന്ന ഈ കമൻ്റ് ഇട്ട ആൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പറയുമ്പോൾ അതും സൂക്ഷിച്ചും കണ്ടും പറയാം. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പിന്നെ ഞാൻ കോണ്ടോർ ചെയ്തതിന് ശേഷം അതും ബ്ലെൻഡ് ചെയ്തിട്ട് പൗഡർ ഇട്ട് കൊടുത്തു കേട്ടോ. പൗഡർ ഇട്ടിട്ട് ഞാൻ ഐ ഷാഡോ ചെയ്തു. അവക്കടെ ഒരു പിങ്ക് കളറും ഗോൾഡനും ആയിരുന്നു. അപ്പോൾ അത് തന്നെ കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തതും. പിന്നെ അവൾക്ക് ഐബ്രോസ് തീരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതും ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് ഐബ്രോ എഴുതാൻ നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് ഐബ്രോ കൺസീലും ചെയ്തു കേട്ടോ. കൺസീലെല്ലാം ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഐബ്രോ ചെയ്തത് ഭയങ്കര ഇഷ്ടമായിട്ടോ അവക്കടെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും പൗഡർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. കാരണം അതൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി പൗഡർ അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ ബ്ലഷ് ഇട്ട് കൊടുത്തു കേട്ടോ. പുള്ളിക്കാരിക്ക് അധികം ലൈറ്റ്, ഒരുപാട് ഓവറൊന്നും വേണ്ട, ലൈറ്റ് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ലൈറ്റ് ബ്ലഷായിട്ട് ഇട്ട് കൊടുത്തത്. ബ്ലഷ് ഇട്ടതിന് ശേഷം വീണ്ടും ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്തു, കണ്ണിൻ്റെ അടിയൊക്കെ ഒന്ന് കൺസീൽ ചെയ്തു. അങ്ങനെ കൺസീൽ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു അത് പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് സെറ്റായിട്ട് ഇരുന്നോളൂ. പിന്നെ പൗഡർ ഇട്ടു. പിന്നെ മൂക്കും ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്തു. അതെന്ന് വെച്ചാൽ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും, അതുകൊണ്ടാട്ടോ കൺസീൽ ചെയ്തത്. അപ്പോൾ അതും ചെയ്തതിന് ശേഷം വീണ്ടും ജസ്റ്റ് ഒന്ന് പൗഡറൊക്കെ ഇട്ട് സ്പ്രേ അടിച്ചു. പിന്നെ കോണ്ടൂർ പൗഡർ ഉണ്ടായിരുന്നു, അതും വെച്ചൊന്ന് സെറ്റ് ചെയ്തു. പിന്നെ ഹൈലൈറ്റ് കൊടുത്തു കേട്ടോ. ഹൈലൈറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് അവരുടെ ഫേസിലത് കാണാനും. പിന്നെ നമ്മൾ ജസ്റ്റ് അവൾ കണ്ണിൻ്റെ അടി എഴുതണ്ടെന്ന് പറഞ്ഞു കേട്ടോ, മേളിൽ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഐലൈനർ മേളിൽ മാത്രം എഴുതി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലാഷസും വെച്ചു. പുള്ളിക്കാരിക്ക് ലാഷസ് വയ്ക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലാഷസ് എല്ലാം വെച്ച് സെറ്റായിട്ടോ. ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റില്ലുള്ളത് പറയണം. പിന്നെ ഫോട്ടോസ് ഇതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവത്തോർത്ത് പെയിൻറ്റ് പണി അങ്ങനെ ഇങ്ങനെ ക്രിമികടി എന്നൊന്നും പറഞ്ഞ് വരില്ല.